മനോഹരമായി ചിരിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ മനസ്സിൽ സംതൃപ്തി ഉണ്ടാവുമ്പോഴാണ്. നമ്മുടെ മനസ്സിന്റെ സംതൃപ്തി അളക്കേണ്ടത് മറ്റുള്ളവരല്ല, നമ്മുടെ തന്നെ മനസ്സാണ്. അതുകൊണ്ട് മനസ്സ് സംതൃപ്തമാണെങ്കിൽ മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ തീം സംതൃപ്തിയാണ്. ഒരു ബുദ്ധ സന്യാസിയുടെയും രാജാവിൻ്റെയും കഥയാണിത്. വളരെ ധനികനും പ്രശസ്തനുമായ ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രജകൾ എല്ലാവരും തന്നെ വളരെ സന്തുഷ്ടരായിരുന്നു, സന്തോഷവാന്മാരുമായിരുന്നു. ഒരിക്കൽ ഒരു ബുദ്ധ സന്യാസി അവിടുത്തെ പ്രശസ്തമായ തലസ്ഥാന നഗരിയിലൂടെ കടന്നു പോകാൻ ഇടയായി. യാത്രക്കിടെ അദ്ദേഹത്തിന് ഒരു നാണയം ലഭിച്ചു. തനിക്ക് ഈ നാണയം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു നിമിഷം ആലോചിച്ച ബുദ്ധ സന്യാസി ആ നാണയം കയ്യിൽ സൂക്ഷിച്ചു. അത് ആവശ്യമുള്ള മറ്റാർക്കെങ്കിലും നൽകാമെന്ന് കരുതി. പക്ഷെ അദ്ദേഹത്തിന് ആ നാണയം ആവശ്യമുള്ള ആരെയും തന്നെ കണ്ടെത്താനായില്ല. അടുത്ത ദിവസം രാവിലെ സന്യാസി എല്ലാ ദിവസത്തെയും പോലെ പുലർച്ചെ എണീറ്റ് യാത്ര തുടർന്നു. യാത്രക്കിടെ സന്യാസി ഒരു കാഴ്ച കണ്ടു. രാജാവ് തൻ്റെ പടയാളികളുമായി യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. സന്യാസിയെ കണ്ടതും രാജാവ് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി അടുത്തു വന്ന് സന്യാസിയോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിന് തയ്യാറായി പോവുകയാണ്. കാരണം എനിക്കെൻ്റെ രാജ്യവും ധനവും കൂടുതലായി വികസിപ്പിക്കണം. വിജയിക്കാനായി എന്നെ അനുഗ്രഹിച്ചാലും. ഒരല്പസമയം ആലോചിച്ചിട്ട് സന്യാസി തൻ്റെ കയ്യിൽ കരുതിയിരുന്ന നാണയം രാജാവിനെ ഏൽപ്പിച്ചു. രാജാവിന് ഒന്നും മനസ്സിലായില്ല. ഈ നാണയം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണ്? ഇപ്പോൾ തന്നെ ഞാൻ വളരെ ധനവാനാണ്. സന്യാസി എന്തിനാകും എനിക്ക് ഈ നാണയം നൽകിയത്? സംശയം കൊണ്ട് അദ്ദേഹം ഈ കാര്യം സന്യാസിയോട് ചോദിച്ചു. അങ്ങ് എന്തിനാണ് എനിക്ക് ഈ നാണയം നൽകിയത്? സന്യാസി മറുപടി പറഞ്ഞു, ഈ നാണയം എനിക്ക് ഈ തെരുവിൽ നിന്ന് ലഭിച്ചതാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് മറ്റാർക്കെങ്കിലും നൽകാമെന്ന് കരുതി കയ്യിൽ കരുതി. പക്ഷെ ആരും തന്നെ നാണയം സ്വീകരിക്കാൻ തയ്യാറല്ല. അങ്ങയുടെ രാജ്യത്തിലെ പ്രജകൾ സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കി, ഈ രാജ്യത്തിലെ രാജാവ് സംതൃപ്തനല്ല. കൂടുതൽ നേടണം എന്ന അത്യാഗ്രഹത്താൽ അങ്ങ് സന്തോഷവാനുമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നി ഈ നാണയത്തിൻ്റെ ആവശ്യം അങ്ങേക്കാണ്. അതാണ് ഞാൻ ഈ നാണയം അങ്ങേക്ക് നൽകിയത്. രാജാവ് ഒരല്പസമയം തല താഴ്ത്തി നിന്നു. സന്യാസിയുടെ മുന്നിൽ സ്വയം ചെറുതായതുപോലെ തോന്നി. അങ്ങനെ യുദ്ധം ചെയ്യാനുള്ള പ്ലാൻ അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: സംതൃപ്തിയാണ് സന്തോഷത്തിന്റെ ഉറവിടം. പലപ്പോഴും നമുക്ക് ലഭിച്ചതോർത്ത് നാം സംതൃപ്തരല്ല എന്നതാണ് സത്യം. ആഗ്രഹിച്ചത് ലഭിച്ചാലും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും അത്യാഗ്രഹത്താൽ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ നാം നഷ്ടപ്പെടുത്തുന്നു. കൂടുതൽ നേടിയിട്ട് സന്തോഷിക്കാം എന്ന് കരുതി പലതും മാറ്റിവെക്കപ്പെടുന്നു. അപ്പോഴേക്കും ആരോഗ്യവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. സ്വന്തം ജീവിതം മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതിരിക്കാം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മറക്കാം. നമുക്ക് ലഭിക്കുന്നതിൽ സംതൃപ്തി നേടാൻ ശ്രമിക്കാം. അതിലൂടെ മനസമാധാനവും സന്തോഷവും ലഭിക്കട്ടെ. താങ്ക് യു.